السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. വന്ദരായ സാദാത്തുക്കൾ, സ്നേഹമുള്ള ആദരവുള്ള ബഹുവന്ദരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട നാട്ടിലെ കാരവന്മാർ, സഹോദരങ്ങൾ, ഉമ്മബങ്ങന്മാർ, അല്ലാഹു നമ്മുടെ മജ്ലിസിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, മമ്പ്രം തങ്ങളുടെ ജാഹു കൊണ്ട് അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. അപകട മരണങ്ങളെ തൊട്ട്, പൈശാചികമായ ശർറുകളെ തൊട്ട് അല്ലാഹു നമ്മയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ കൂട്ടുകുടുംബങ്ങളെയും കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ആലപിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ നിന്ന് മഹബ്ബത്ത് പ്രകടമാക്കുന്ന ഒരു മജ്ലിസാണ് നാം ഒരുമിച്ച് കൂടിയ ഈ സദസ്സ്. ലോകത്തിന്റെ നേതാവ്, ആ നേതാവിനെ കുറിച്ച് മദ്ഹ് പറയുകയും പാടിപ്പറയുകയും ചെയ്യുന്ന ഈ സദസ്സിൽ ആമുഖമെന്ന നിലക്ക് അല്പം ചില കാര്യങ്ങൾ ഉസ്താദുമാരൊക്കെ സദസ്സിലുണ്ട്, അവരും നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല മനുഷ്യർക്ക് ജീവിതം വിശാലമാക്കി കൊടുത്തിട്ടുണ്ട്. പണ്ടുള്ള ബുദ്ധിമുട്ടുകളും പണ്ടുള്ള പ്രയാസങ്ങളും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന ചുറ്റുപാടുകൾ ഇന്ന് അല്ലാഹു അവന്റെ അടിമകളായ നമുക്ക് നൽകിയിട്ടില്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും പറയുന്നുണ്ട്, ധാരാളം നമുക്കുണ്ട്, നാം അത് മറക്കുന്നില്ല. ചോറ് കടിക്കാൻ വകയില്ലാതെ കഞ്ഞു കുടിക്കുന്ന, പൂള കടിക്കുന്ന, അതുപോലെ തന്നെ മറ്റു കരികൾ കടിച്ചുകൊണ്ട് ജീവിതം കടിച്ചുകൂട്ടിയിരുന്ന ഒരു ക്ലേശമായ ജീവിതം, അത് ഇന്ന് നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല.
നമ്മുടെ ഉപ്പാക്ക് കഴിഞ്ഞിരുന്നു. നമ്മുടെ വലിയുപ്പാക്ക് അവർ തന്നെ ജീവിതം പടച്ചവനെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇറച്ചിയുള്ള അല്ലെങ്കിൽ ഒരു കറി ഇറച്ചിക്കടിയെങ്കിലും ഒന്ന് കഴിക്കാൻ അത് ലഭിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ പിഞ്ചു പൈതലുകൾക്കും ആവശ്യമില്ല. ഭക്ഷണം എത്ര കൊടുത്താലും കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത കേട്. അല്ലാഹു തആല ജീവിതം വിശാലമാക്കി തന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ദീനിന്റെ പടയാളികളായ പ്രിയപ്പെട്ട ദീനിന്റെ ചുക്കാൻ പിടിക്കേണ്ടുന്ന ചെറുപ്പക്കാരെ, നമ്മുടെ തറവാട്ടിൽ കുടുംബത്തിൽ ഖരീബൻ ഔ ബഈദൻ, അടുത്ത കുടുംബമോ വിട്ട കുടുംബമോ ആവട്ടെ, കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ചെറ്റക്കുടിലിൽ ചോറ് കടിക്കാൻ വകയില്ലാതെ, റേഷൻ വാങ്ങാൻ വകുപ്പില്ലാതെ പിഞ്ചു പൈതലുകൾ ഒട്ടിപ്പിടിച്ച വയറുമായി കിടക്കുന്നത് കാണാൻ, എന്റെ സുഹൃത്തുക്കളെ, നമുക്കാർക്കെങ്കിലും കാണാനുള്ള വീടുകളോ നമ്മുടെ കുടുംബത്തിലോ തറവാട്ടിലോ അയൽപ്പക്കത്തോ ഉണ്ടോ? മനസ്സാക്ഷിയോട് ചോദിക്കുക. അല്ലാഹു നിഅമത്തുകളൊക്കെ ധാരാളം നമുക്ക് നൽകി, വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകി. പക്ഷേ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ച് പറയാനുള്ളത്, ലോകത്തെ മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മുസ്ലിമീങ്ങളായ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ പെടാൻ ഭാഗ്യം ലഭിക്കുകയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖമെന്ന് കണ്ടാസ്വദിച്ച്, പടച്ചവനെ എനിക്ക് മരിക്കണം, എന്റെ നേതാവിന്റെ മുഖമെന്ന് മരിക്കുന്നതിന് മുമ്പ് കാണണം, എന്റെ നേതാവ് മൊത്തെനിക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയണം. ആദം തൊട്ടുള്ള എല്ലാ അമ്പിയാക്കളുടെയും എല്ലാ മുഅ്മിനീങ്ങളുടെയും നേതാവ് കൂടിയായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെനിക്ക് കിടക്കണമെന്ന് ആശിക്കുന്ന നമ്മെ സംബന്ധിച്ച് നാട്ടുകാരെ, ജീവിതം എന്തോ മാനസികമായും ശാരീരികമായും കുടുംബപരമായും അയൽപ്പക്കപരമായും മറ്റു പല രൂപത്തിലൂടെയും ഇന്ന് ഹമ്മുകൾ, മനപ്രയാസങ്ങൾ നാമൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നാം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു സഹോദരന് എന്തെങ്കിലും ഒരു വിഷമമില്ലാത്തവൻ ഈ സദസ്സിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഏതെങ്കിലും രൂപത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിഷമമുള്ളവരാണ് നമ്മൾ. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തവജ്ജഹ് റസൂലല്ലാഹി ഫീ കുല്ലി ഹാജതി ലനാ വ മുഹിമ്മിൻ ഫിൽ മഅശി വ ഫിൽ ഖൽബി. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം കണ്ട് ആസ്വദിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ ചെന്ന ലോക മുസ്ലിമിന്റെ കേന്ദ്രമായ പരിശുദ്ധമായ പവിത്രമായ മദീന പൂന്തോപ്പിൽ ചെന്നുകൊണ്ട് തവജ്ജഹ് റസൂലല്ലാഹി ഫീ കുല്ലി ഹാജതി. നബിയെ, പാവപ്പെട്ട മക്കളാണ് ഞങ്ങൾ, അവിടുത്തെ കുട്ടികളാണ് ഞങ്ങൾ, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളിലേക്ക് ഒന്ന് തവജ്ജുഹാകൂ നബിയേ. വമുഹിമ്മിൽ ഫിൽ മആശി വഫിൽ ഖൽബി, ഞങ്ങളുടെ ബുദ്ധിമുട്ടുള്ള ജീവിതത്തിലും പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വകയില്ലാതെ, വിവാഹം ചെയ്തു വിടാൻ വകയില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം ചെന്നുപോയ പിതാക്കൾ, ഉമ്മമാർ, ഫിൽ മആശി വഫിൽ ഖൽബി, ജീവിതം കുടിസായിക്കൊണ്ട് വീട് നിറയെ നിറഞ്ഞു കിടക്കുന്ന പെൺകുട്ടികളെ നോക്കി 28 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ, 10ഉം 20ഉം 25 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ, 4ഉം 5ഉം പെൺമക്കൾ വീട് നിറയെ നിറഞ്ഞു കിടക്കുമ്പോ പ്രഭാതം വിടരുന്നു. സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന്റെ ഏകദേശം ബാങ്ക് വിളിച്ച് നിസ്കാരം കഴിഞ്ഞ് എന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കളെ, നിസ്കാരം കഴിഞ്ഞുകൊണ്ട് വീടിന്റെ ഉമ്മരപ്പടിയിൽ ചൂലെടുത്ത് അടിച്ചു വാരുന്ന
നമ്മുടെ പൊന്നുമകളെ കാണുമ്പോ അടുക്കളയിൽ നിന്നുകൊണ്ട് ആ ചൂലെടുത്ത് അടിച്ചു വാരുന്ന മകളെ നോക്കി കണ്ണീരൊടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയാണ്. പടച്ചവനെ, എന്റെ മകൾ ഭംഗിക്ക് കുറവില്ല, എന്റെ മകൾക്ക് മറ്റൊരു വിഷയത്തിലും കുറവില്ല. ആ മകളുടെ ബാപ്പയുടെ കയ്യിൽ അല്പമെങ്ങാനും പണമുണ്ടായിരുന്നുവെങ്കിൽ എന്റെ മകളെയും കെട്ടിച്ചുവിടാൻ കഴിയുമായിരുന്നുവല്ലോ. എന്റെ മകളുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കല്യാണം കഴിച്ചുവിട്ടു. അവരുടെ കൂടെ പഠിച്ച ഒരൊറ്റ കുട്ടി ഇന്ന് ഈ നാട്ടിലില്ല. എല്ലാവരെയും വിവാഹം ചെയ്തു വിട്ടു. 1ഉം 2ഉം മക്കളായി. എന്റെ പൊന്നുമോൾ ഇടറുന്ന പൊട്ടുന്ന മനസ്സോടുകൂടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ വേദനയങ്ങോട്ട് പുറത്തേക്ക് വലിച്ചിറക്കിക്കൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് കണ്ണീരൊടുക്കുന്ന ഉമ്മ, നമ്മുടെ മഹത്തായ പള്ളിയിൽ നിന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന ആ പ്രായമുള്ള ഉപ്പ ബാപ്പയെ കാണുന്ന സമയത്ത് ഉപ്പാന്റെ ചാരത്തേക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുപോയി കൊടുക്കുന്ന 30 വയസ്സ് പ്രായമുള്ള പൊന്നുമകളെ കാണുമ്പോ അറിയാതെ കണ്ണീരൊടുക്കിപ്പോയ ബാപ്പയുണ്ടല്ലോ. ആ ഉപ്പാന്റെ കണ്ണുനീര് തുടച്ചിട്ട് യാ അബതാ, ബാപ്പയുടെ കവിളത്ത് ചുംബിച്ചുകൊണ്ട് പൊന്നുമകൾ, ഉപ്പാ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് ഉമ്മയും ബാപ്പയും കരയുന്നത്? എന്റെ പൊന്നു ഉപ്പാ, എനിക്ക് മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കാനുള്ള വഴിയില്ല. അല്ലാഹു എനിക്ക് ഭാഗ്യം നൽകിയില്ലല്ലോ. മരിക്കുന്നത് വരെ ഇവിടെയല്ലാതെ ഞാനെവിടെ പോയി ജീവിക്കും? എന്റെ ഉമ്മയും ബാപ്പയും കരയുന്നുവെങ്കിൽ ഞാനെന്ത് ചെയ്യും ഉമ്മാ? ഈ പൊന്നുമകൾക്ക് വേറൊരു വീടില്ല, ഈ പൊന്നുമകൾക്ക് മറ്റൊരു വീട് ആശ്രയിക്കാനില്ല. മരണം വരെ എന്റെ ഈ കാണുന്ന വീട്ടിൽ ഞാനൊന്ന് ജീവിച്ചോട്ടെ. 28 വയസ്സ് പ്രായമുള്ള 30 വയസ്സ് പ്രായമുള്ള ആ പൊന്നുമകൾ പൊട്ടുന്ന മനസ്സോടുകൂടെ മാതാപിതാക്കളോട് പറയുമ്പോ, കൽബ് പൊട്ടുന്ന മാതാപിതാക്കൾ, നെഞ്ചു പിടയുന്ന ഉമ്മയും ബാപ്പയും. ഇവിടെ ധാരാളം ആളുകൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ പരിസരങ്ങളിൽ നിരവധിയുണ്ട്. തമസ്സക് ബിൽ നബിയ്യി വകുല്ലു ശഅബിൽ യഹൂനു ഇദാ തമസ്സക ബിൽ നബിയ്യി. മുൻകഴിഞ്ഞുപോയ മഹാന്മാർ, എന്റെ ശബ്ദം കേൾക്കുന്ന ഇസ്ലാമിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, നാളെ മുത്തുനബിയുടെ ചാരത്ത് കിടക്കൽ കൊതിക്കുന്ന പ്രായം ചെന്ന പിതാക്കളെ, നമ്മുടെ തൊട്ടടുത്ത് കഴിഞ്ഞുപോയ ആളുകൾ, ഖുതുബുസ്സമാനിനെ പോലെയുള്ള ആളുകൾ, മഹാന്മാരായ ആരിഫീങ്ങൾ, ഈ കാണുന്ന നമ്മോടൊക്കെ പറയുന്നത് തമസ്സക് ബിൻ നബിയ്യി വകുല്ലു സഅബിൽ. ലോകത്തിന്റെ നേതാവ് ആ മദീന പൂന്തോപ്പിൽ കിടന്നുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന, ഈ മഹത്തായ നബിത്തങ്ങളുടെ മദ്ഹ് പറയുന്ന, ഈ മഹത്തായ ബറക്കത്തുള്ള സദസ്സിൽ ഇരിക്കുന്ന മുഅ്മിനീങ്ങളുടെ ചരണങ്ങൾ നോക്കിക്കാണുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയെങ്ങാനും ഒരു മനുഷ്യന് ഹൃദയത്തിൽ ഇറക്കി വെക്കാൻ കഴിഞ്ഞാൽ, മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. കാരുണ്യത്തിന്റെ കവചം പറയുന്നത്, കാരുണ്യത്തിന്റെ മുത്ത് പറയുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോടുള്ള പ്രിയം, എന്നോടുള്ള പ്രേമം, എന്നോടുള്ള സ്നേഹം, എന്നോടുള്ള അതിയായ മഹബ്ബത്ത് ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ അങ്ങ് പതിഞ്ഞു പോയാൽ, ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ആ മനുഷ്യനെ അല്ലാഹു നരകത്തിലിടില്ല. ആ മനുഷ്യനെ അല്ലാഹു ആളിക്കത്തുന്ന ജഹന്നമിലേക്ക് വലിച്ചെറിയുകയില്ല. ഏതൊരു മുസ്ലിമിന്റെ ഹൃദയത്തിലാണ് എന്നോടുള്ള മഹബ്ബത്തുള്ളത്, ആ മനുഷ്യന് രക്ഷയാണ്, ആ മനുഷ്യന് സന്തോഷിക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് മുഖേന പണ്ഡിത മഹത്തുക്കൾ പാവങ്ങളായ മുസ്ലിം സമുദായത്തോട് പറയുന്നത്, തമസ്സക് ബിൻ നബിയ്യി വകുല്ലു സഅബിൽ.
ഓ മുസ്ലിമീങ്ങളെ, റസൂലുള്ളാഹിനെ പിടിച്ചോളൂ. ലോകത്തിന്റെ നേതാവിനെ പിടിക്കുന്ന മനുഷ്യൻ ക്യാൻസർ പിടിച്ച് കിടക്കുന്ന ഉമ്മയെ കാണുമ്പോ കൽബ് പൊട്ടുന്ന ഇസ്ലാമിന്റെ ചുണക്കുട്ടികളായ സഹോദരങ്ങളെ, ബാപ്പ കിടക്കുന്നു, 6 മാസമായി മൂത്രമടിക്കുന്നതും കാഷ്ടിക്കുന്നതുമൊക്കെ റൂമിൽ തന്നെയാണ്. ചില മക്കളൊക്കെ പറയാൻ തുടങ്ങി, കാണുന്ന സാദാത്തുക്കളോടും ആലിമീങ്ങളോടും സ്വന്തം മക്കളാണ് പറയുന്നത്, ബാപ്പാക്ക് മരണമാണ് ഖൈറിയെങ്കിൽ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. 4-5 മാസമായി റൂമിൽ തന്നെ വീട്ടിൽ കിടക്കുന്നു, മൂത്രിക്കുന്നതും കാഷ്ടിക്കുന്നതും ഒരു സ്ഥലത്താണ്. സ്വന്തം മക്കളാണ് അലർജി കാണിക്കുന്നത്. നഊദു ബില്ലാഹ്. പൊന്നുപോലെ വളർത്തിയ പാടത്ത് കൊത്തിക്കൊണ്ട് അവിടുന്ന് ഒരു വകയുമില്ലാതെ പാടത്ത് നട്ടുച്ച സമയത്ത് കൊത്തിയിട്ട് വളർത്തിയ പിഞ്ചു പൈതലുകൾ, ആ മക്കളാണ് കൊതിക്കുന്നത്, ബാപ്പയൊന്ന് മരിച്ചെങ്കിൽ, ഉമ്മയൊന്ന് മരിച്ചെങ്കിൽ. രോഗിയായി കിടക്കുന്ന ഉമ്മയെ പൊന്നുപോലെ നോക്കേണ്ട സമയത്ത് അവര് മരിക്കാൻ വേണ്ടി കൊതിക്കുന്നവർ, ബാപ്പ മരിക്കാൻ വേണ്ടി കൊതിക്കുന്ന പൊന്നുമക്കൾ. മാത്രമല്ല, വീട്ടിൽ കാർക്കിച്ച് തുപ്പുന്ന രംഗമങ്ങ് കാണുമ്പോ ബാപ്പയോട് അലർജി വരുന്ന ആ സമയം എത്രയെത്ര ആളുകളാ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്, എത്ര ആളുകളാണ് മറ്റുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. എല്ലാം ഉണ്ട്. വീട്ടിൽ സന്തോഷമില്ല, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമില്ല. മാത്രമല്ല, ഭാര്യയുമൊത്ത് സ്വന്തം വീട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ല. കാരണമെന്താണ്? വീട്ടിൽ നടക്കുന്ന പോരുകളും പ്രശ്നങ്ങളും പിണക്കങ്ങളുമായി. സ്വന്തം വീട്ടിൽ പോലും 8 കൊല്ലം 10 കൊല്ലം അധ്വാനിച്ചുകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ നമ്മുടെ വീട്ടിലുള്ള പിണക്കങ്ങൾ കാരണമായി, വീട്ടിലുള്ള പ്രശ്നങ്ങൾ കാരണമായി, വീട്ടിലൊന്ന് കിടക്കാൻ താമസിക്കാൻ, സ്വന്തം വീട്ടിൽ താമസിക്കാൻ പോലും മനസ്സില്ലാതെ ഊരു ചുറ്റുന്ന എത്രയെത്ര ചെറുപ്പക്കാരാൻ. കൽബ് പൊട്ടുന്ന മുസ്ലിമീങ്ങളെ, തമസ്സക് ബിൽ നബിയ്യി വകുല്ലു ശഅബിൽ യഹൂനു ഇദാ തമസ്സക ബിൽ നബിയ്യി. റസൂലുള്ളാഹിനെ മുറുകെ പിടിച്ചോളൂ. ഈ ലോകത്ത് ശാന്തി ഉണ്ടാകാൻ ഏകയുള്ള ഒരു വല്ലാത്ത വടി മുത്തുനബിയെ ഹൃദയത്തിൽ എടുത്തു വെക്കുക. വകുല്ലു ശഅബിൽ, എത്ര വലിയ പ്രയാസമുള്ള കാര്യവും യഹൂനു ഇദാ തമസ്സക ബിൽ നബിയ്യി. അഷ്റഫുൽ ഖൽഖിനെ പിടിക്കുന്ന മനുഷ്യന്, ആശിഖീങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും മഞ്ഞുപോലെ ആയി തീരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയെ കൊടുക്കുകയില്ല, റസൂലുള്ള ആ കുട്ടിയെ മറക്കുകയില്ല, അല്ലാഹുവിന്റെ ഹബീബ് ആ പൊന്നുമക്കളെ മറക്കുകയില്ല. എന്തിനാണ് നാട്ടുകാരെ ഇത് മഹത്തുക്കൾ വിവരിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച്, അലാ യാ റസൂലല്ലാഹി ഇന്നാ ഖറാബതു വദുരിയത്തുൽ ജിനാക ലിശൗഖി വൽ ഹുബ്ബി. തങ്ങളെ പേരമക്കളായ ഞങ്ങൾ, പൊന്നുമക്കളായ ഞങ്ങൾ, ആരും ഞങ്ങളെ നോക്കാനും കൈപിടിക്കാനുമില്ല. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ സാധുക്കളാണ്. ജിനാക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ അവിടുത്തെ അരികിലേക്ക് വന്നിരിക്കുന്നു. വഖഫ്നാ അലാ അഅതാബി ഫദ്ലിക സയ്യിദി ലിതഖ്ബീലി തുർബിൽ ഹബ്ബ ദലക മിൻ തുർബി. അല്ലാഹുവിന്റെ മഹത്തുക്കൾ ഹബീബായ നബി തങ്ങളോട് ഇഷ്ക് വെച്ച് ഇഷ്ക് കൂടിക്കൊണ്ട് അവസാനം ഹബീബിനോട് പറയുന്നത്, വഖഫ്നാ അലാ അഅതാബി ഫദ്ലിക സയ്യിദി. നബിയേ, അവിടുത്തെ മുറ്റത്ത് ഞങ്ങൾ നിൽക്കുന്നു, അവിടുത്തെ ഔദാര്യത്തിന്റെ മുറ്റത്ത് ഞങ്ങൾ നിൽക്കുന്നു. ഈ പാവങ്ങളെ അങ്ങ് കാണുന്നില്ലേ? അങ്ങ് ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ കഴിയുന്നില്ല, അങ്ങ് ഞങ്ങളെ കാണുന്നുണ്ടല്ലോ. ലിതഖ്ബീലി തുർബിൽ ഹബ്ബ ദലക മിൻ തുർബി. അവിടുത്തെ മുഖമെന്ന്
അവിടുത്തെ കൈയൊന്ന് പിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ, അവിടുത്തെ കൈയൊന്ന് പിടിച്ച് ചുംബിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളിതാ ചുംബിക്കുന്നു. ലിതക്ബീരി തുർബിൽ, അവിടുന്ന് നടന്നുപോയ അവിടുത്തെ നാട്ടിലെ മദീന പൂന്തോപ്പിലെ മണൽത്തരികളിൽ അല്പം മണലെടുത്തുകൊണ്ട് ഞങ്ങളൊന്ന് ചുംബിച്ചുകൊള്ളട്ടെ. അവിടുത്തെ മുഖം ചുംബിക്കാൻ ആശിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് അവിടുത്തെ നാട്ടിലെ മണ്ണൊന്ന് ഈ കരങ്ങളിൽ എടുത്തിട്ട് ഞങ്ങളൊന്ന് ചുംബിക്കട്ടെയോ. ലിതക്ബീരി തുർബിൽ ഹബ്ബദ അലൈക മിൻ തുർബി وأتيناك زبارا نروم شفاعة إلى الله في محب الإساءات والذنب. നബിയേ, അത്തൈനാക, തങ്ങളുടെ അരികിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. മാസങ്ങളോളം കൊതിച്ചുപോയി, വർഷങ്ങളായി ആഗ്രഹിച്ചിട്ട്, മാസങ്ങളായി കൊതിച്ചിട്ട് ഈ കാണുന്ന മദീനയിലേക്കൊന്ന് വന്ന് ആ മണൽത്തരികളോടെയൊന്ന് പാവങ്ങൾക്ക് നടക്കാൻ കൊതിച്ച് ആശിച്ച് കാലങ്ങളായി. യാ ഹബീബ്, ഞങ്ങൾ അവിടുത്തെ അരികിലേക്ക് സിയാറത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഈ കാണുന്ന മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാനുള്ള കൊതി കൊണ്ടല്ല. അങ്ങനെയാണ് എങ്കിൽ ഒരു റക്അത്തിന് 1,00,000 കിട്ടുന്ന പള്ളി മക്കത്തെ പള്ളിയാണ്, മസ്ജിദുൽ ഹറാമാണ്. ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് അത് നിസ്കരിക്കാനുള്ള കൊതി കൊണ്ടല്ല. യാ റസൂലല്ലാഹ്, നബിയേ, പാവപ്പെട്ട ഞങ്ങൾ അവിടുത്തെ അരികിലേക്ക് സിയാറത്ത് ചെയ്യാൻ. ഫഹബിലി ഫീ മദീനതിഹി ഖറാറാ, മദീനയിൽ താമസിക്കാൻ കൊതിയുണ്ട്, തങ്ങളെ മദീനയിൽ ജീവിക്കാൻ ആശയുണ്ട്. ഞങ്ങൾ അവിടുത്തെ അരികിൽ സിയാറത്തിന് വേണ്ടി വന്നിരിക്കുന്നു. ആ സിയാറത്ത് യാത്രയിൽ ഞങ്ങൾ കൊതിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നറൂമോ ശഫാഅ, അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് വേറെ 1,00,000 മദീനയിൽ വന്ന ഞങ്ങൾക്കില്ല നബിയേ. ഞങ്ങൾക്ക് അവിടുത്തെ ശഫാഅത്ത് വേണം. പാവങ്ങളായ ഞങ്ങൾ അവിടുന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സൂര്യൻ ഒരു ചാൺ മുകളിൽ നിൽക്കുമ്പോ സൂര്യന്റെ ചൂട് കാരണമായി ഞങ്ങളെ പടച്ച, ലോകത്തെ പടച്ച റബ്ബനെ വിളിച്ച് യാ റബ്ബൽ ആലമീൻ, ആ കാണുന്ന തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ഇവിടെ നിർത്തല്ല റഹ്മാൻ. ഇത് എന്തൊരു സ്ഥലമാണ് നബിയേ. വതറന്നാസ സുകാറാ, തങ്ങൾക്ക് അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തിനെ കാണാം നബിയേ. ഏതു രൂപത്തിലെന്നറിയുമോ? അവരാകെ കള്ളുകുടിച്ച് മത്തിച്ചവരെ പോലെ നടക്കുന്ന രംഗം കാണാം. വമാഹും ബിസുകാറാ, അവർ കള്ളുകുടിച്ചതുകൊണ്ടല്ല, മസ്താക്കി കളയുന്ന മറ്റു വല്ലതും കടിച്ചതുകൊണ്ടുമല്ല. നേരെ മറിച്ച് നബിയേ, വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ കഠിനമായ ഭയാനകരമായ അദാബങ്ങ് കാണുമ്പോൾ അവരാകെ കുടിയന്മാരെ പോലായി തീരും നബിയേ. അല്ലാഹു നബി തങ്ങളോട് പറയുന്നുവെങ്കിൽ ആ സ്ഥലത്ത് യാ റസൂലല്ലാഹ് നറൂമു ശഫാഅത്തൻ, അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾ കൊതിക്കുന്നു. ഇലല്ലാഹി ഫീ മഹ്വിൽ ഇസാഅതി വദ്ദംബി, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി നബിയേ. ഒരിക്കലും ദീനിനോട് ഞങ്ങൾക്ക് വെറുപ്പില്ല, യജമാനനായ റബ്ബിനോട് ഞങ്ങൾക്ക് വെറുപ്പില്ല. മാത്രമല്ല മുത്തുനബിയോട് ഞങ്ങൾക്ക് ഒരിക്കലും വെറുപ്പില്ല. സാഹചര്യത്തിനടിമപ്പെട്ടുകൊണ്ട്, സാഹചര്യങ്ങൾ കാരണമായി ഞങ്ങളിതാ പലതും ചെയ്തു നബിയേ. അവിടുത്തെ ശഫാഅത്ത് കൊതിച്ചുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, ആശിഖീങ്ങൾ നബിത്തങ്ങളോടുള്ള ഇഷ്ക് കാണിച്ച് എനിക്ക് ജീവിതം നന്നാക്കിയെടുക്കാൻ കഴിയണം,
ആഖിറം സന്തോഷമാക്കാനും കഴിയണം. ലക്ഷ്യം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് അവിടുന്ന് ഒടുങ്ങി അവിടെ ചെന്ന് കണ്ണീരൊടുക്കുന്നുവെങ്കിൽ ഈ സദസ്സിലുള്ള നല്ലവരായ ജ്യേഷ്ഠാനുജന്മാരെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞ് ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നബിത്തങ്ങളെ ഹൃദയത്തിൽ ഇറക്കി വെക്കുന്ന ഏതൊരു മുസ്ലിം, ആ മുസ്ലിമിന് റസൂലുള്ള തട്ടുകയില്ല. മാത്രമല്ല, ഹബീബിനോടുള്ള മഹബത്ത് വെച്ച ഹൃദയത്തിന്റെ ഉടമകളെ റസൂൽ ഒരിക്കലും അള്ളാഹു നരകത്തിലിടുകയുമില്ല. ഇത് പഠിപ്പിക്കുന്നുവെങ്കിൽ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ബദർ ശുഹദാക്കൾ എന്ന് പറയുന്ന ബദരീങ്ങൾ ഇന്ന് നമ്മുടെ ഹൃദയത്തിലൊക്കെ നിറഞ്ഞു കിടക്കുന്നു. എന്താണ് അവർക്ക് ഇത്രമാത്രം സ്ഥാനം ഇസ്ലാമിൽ അല്ലാഹു കൊടുത്തുപോയത്? പോകട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കളെ മാറ്റിവെച്ചാൽ ഏറ്റവും പവറുള്ള, ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും പവറുള്ളൊരു വ്യക്തി അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങള് കുറെ അകലെ ഇരിക്കണ്ട്. ഇവരിപ്പോ നമ്മളെ അരികിലേക്ക് ഇങ്ങനെ വെളിച്ചം വെച്ച് ഇവര് സീഡി കുടിക്കാനാണ്. പക്ഷെ എനിക്കിപ്പോ നിങ്ങളെ കാണില്ലല്ലോ. അതൊരു സംവിധാനം ഇവർ ചെയ്തുമില്ല. സ്റ്റേജിൽ അലങ്കരിക്കുന്ന സദസ്സിൽ വെളിച്ചം വേണ്ടേ? ഏതായിരുന്നാലും അത് ഒരു ജാടപ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. നിങ്ങളെ മുഖം ഇതൊക്കെ കാണുമ്പോഴേ നമുക്കൊരു ഇഖ്ലാസോടെ ഉള്ളതിൽ ചെറിയ ആത്മാർത്ഥമായിട്ട് ബേദാരം കഴിയും. റസൂലുള്ളാഹിന്റെ മധുഹാണ്, വെറും ഒരു വൺവാക്കി മാത്രം അതുകൊണ്ടായില്ലല്ലോ. ഏതായിരുന്നാലും ഞാനിങ്ങനെ പറയും, എത്തുന്നോടത്തെത്തും. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ധാരാളം മർത്തബയുള്ളവർ, അതിൽ ആ മർത്തബയിൽ ഏറ്റവും സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചൊല്ലിക്കൊള്ളി, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ഇത്രമാത്രം സ്ഥാനം ലഭിക്കാൻ അത് ഒരിക്കലും തന്നെ ഇബാദത്ത് കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള അഅമാലുകളെ കൊണ്ടോ അല്ല. നേരെ മറിച്ച് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ബിശൈഇൻ വുഖ്റ ഫീ ഖൽബിഹി മിൻ മഹബ്ബത്തി റസൂലില്ലാഹ്. ലോകത്തിന്റെ നേതാവിനോടുള്ള അതിയായ മഹബ്ബത്ത് കൊണ്ട്, അഷ്റഫുൽ ഖൽഖിനോടുള്ള അതിയായ മഹബ്ബത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയം, ആ പ്രിയം സിദ്ദീഖ് തങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. അത് കാരണമായി ലോകത്ത് അമ്പിയാക്കളെ മാറ്റിവെച്ചാൽ എല്ലാ മനുഷ്യരെക്കാളും അപ്പുറത്താണ് റസൂൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവിടുന്ന് വസ്ത്രം ധരിക്കാൻ കഴിയില്ലാതെ, വസ്ത്രം ധരിക്കാൻ വകയില്ലാതെ, എന്റെ ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ചെന്ന് മഅ്മൂമായി നിസ്കരിക്കുന്ന റസൂൽ സിദ്ദീഖ് തങ്ങള് പക്ഷേ ഒരിക്കൽ ഉടുത്ത തുണി പോലും ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു പോകുന്നു. ഉള്ള റൂമിൽ, ചെറിയ കൊച്ചു വീട്ടിൽ, ചെറ്റക്കുടിലിൽ ഉള്ള വാതിലങ്ങ് അടച്ചുപൂട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. ബാങ്ക് വിളിച്ചു. സ്വഹാബത്ത് മുഴുവനും മദീനത്തെ പള്ളിയിൽ ഒരുമിച്ചു കൂടുന്നു. പക്ഷേ എന്റെ സിദ്ദീഖിനെ കാണാനില്ല. സിദ്ദീഖ് എവിടെ പോയി? അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ കഴിയാതെ വന്നപ്പോ വല്ലാത്ത വിഷമം. അവിടുന്ന് വിഷയം ചോദിക്കുന്നു. സിദ്ദീഖ് തങ്ങളുടെ അരികിലേക്ക് സ്വഹാബികൾ വരുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മറുപടി, എന്റെ കൂട്ടുകാരെ, എനിക്ക് ജമാഅത്തിന് വരാനും പുന്നാരമുത്ത് നബിയുടെ ചാരത്ത് വെച്ച് നിസ്കരിക്കാൻ ആശയുണ്ട്. എന്റെ ഔറത്ത് മറക്കാനുള്ള തുണിക്കഷ്ണമില്ല. ഒരു തുണിക്കഷ്ണം എന്റെ ഔറത്ത് മറക്കാനായി, ഔറത്ത് മറക്കാനുള്ള തുണിക്കഷ്ണമില്ല. അതുകൊണ്ട്
സാധുവായ സിദ്ദീഖ് വീട്ടിലിരിക്കുകയാണ്. ഒരു വല്ലാത്ത വിഷമത്തിന്റെ സമയം, വേദനിക്കുന്ന രംഗം അവിടെ വെച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബത്തെ, എന്റെ സിദ്ദീഖ് വരാനുള്ള വഴി എന്താണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മമാരുടെ വീട്ടിൽ ചൊല്ലുന്നു, ചോദിക്കുന്നു, എന്റെ സിദ്ദീഖിന് ഒരു തുടിക്കഷ്ടമായി വല്ലതുമുണ്ടോ? നാട്ടുകാരെ ഒന്നുമില്ലാത്ത മഹദിമാരായ ഉമ്മമാരുടെ മറുപടി, യാ ഹബീബല്ലാഹ്, തങ്ങളെ ഇവിടെ എന്തുണ്ട് എങ്കിലും അവിടുന്ന് അറിയുമല്ലോ നബിയേ. കരളായ ഫാത്തിമയുടെ ചാരത്തേക്ക്, പൊന്നുമകളുടെ അരികിലേക്ക് നടന്നു നീങ്ങി എന്റെ ഫാത്തിമയുടെ അരികിൽ ചെന്നുകൊണ്ട് ചോദിക്കുന്നു, മോളെ, എന്റെ സിദ്ദീഖ്, ആ സിദ്ദീഖിന്റെ കരങ്ങൾ, സിദ്ദീഖിന് വസ്ത്രം ധരിക്കാൻ, ഒരു തുണി ഉടുക്കാൻ ഒന്നുമില്ല, വല്ലതും വീട്ടിലുണ്ട് മോളെ? നബിയെ ഉപ്പാ, പ്രിയപ്പെട്ട പിതാവിനോട് പറയുന്നത്, യാ അബത്താ, ഉപ്പാ, വീട്ടിൽ ഒന്നുമില്ല, പക്ഷേ ഒരു ചെറിയ കരിമ്പട കഷ്ടമുണ്ട്. ആദ്യകാലത്ത് നിക്കാഹിന്റെ വേളയിൽ, കല്യാണ വേളയിൽ ലഭിച്ചുപോയ ഒരു കരിമ്പട തുണിയാണ്, കഷ്ടമാണ്. അത് ഉണ്ട് ഉപ്പാ. ബാപ്പയുടെ കയ്യിലങ്ങ് കൊടുക്കുമ്പോ ആ തുണിയും വാങ്ങിക്കൊണ്ട് സ്വഹാബത്തിനെ സിദ്ദീഖ് എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ചാരത്തേക്ക് വിടുന്നു. അവിടുന്ന് ആ തുണിക്കഷ്ടം എടുത്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്തും മറ്റുള്ള വസ്തുക്കൾ, ഇലകളും മറ്റുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മറച്ച് ഇലാ ഹദ്റത്തിൽ നബിയിൽ മുസ്തഫ, നബി തങ്ങളുടെ അരികിലേക്ക് വന്നു, റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് അവിടുന്ന് വരികയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ ചാരത്ത് വന്നു. അൽഹംദുലില്ലാഹ്, നബി തങ്ങളുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കാൻ സാധിച്ചു. ഇബാദത്തുകളൊക്കെ കഴിയുന്നു, നിസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് സിദ്ദീഖിന്റെ മുഖത്തങ്ങ് നോക്കുന്നു. രണ്ടുപേരുടെയും കണ്ണിലൂടെ റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ വെള്ളം ഒഴുകുന്നു. വല്ലാത്ത കരച്ചിൽ, അതിലേറെ കടിയുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖബ്ബലഹു അനഖഹു, ഖബ്ബലഹു അനഖഹു. അല്ലാഹുവിന്റെ ഹബീബിനെ അടച്ചുകൂട്ടിക്കൊണ്ട്, യാ റസൂലല്ലാഹ്, എന്തിനാ അവിടുന്ന് കരയുന്നത്? സിദ്ദീഖേ, ആ വിഷമിച്ചുകൊണ്ട് വീട്ടിലിരിക്കുമ്പോ വല്ല ബുദ്ധിമുട്ടുകളും വന്നുപോയോ? ഇല്ല നബിയേ, ഞാൻ ഇബാദത്തുകൾ വീഴ്ച വരുത്തിയില്ല, മറ്റുള്ള അമലുകളിലും സൽക്കർമ്മങ്ങളിലും ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല നബിയേ. നേരെ മറിച്ച് ഈ സാധുവായ പാവപ്പെട്ടവന്റെ ദുഃഖം, എന്റെ മനസ്സിൽ തേട്ടി തേട്ടി വരുന്ന വിഷമം, യാ ഹബീബ്, തങ്ങളെ അത്രയും സമയം അവിടുത്തെ മുഖമൊന്ന് ഈ അബൂബക്കറിന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. ആ സമയം, വീട്ടിലിരുന്ന അത്രയും സമയം എന്റെ മുത്തുനബിയുടെ മുഖം കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അത് ഓർത്തപ്പോ തങ്ങളെ എനിക്ക് വല്ലാത്ത വിഷമം വന്നു. ഞാൻ എത്രയാ വീട്ടിൽ നിന്ന് കരഞ്ഞത്. ഒരു മിനിറ്റ് അവിടുത്തെ മുഖം കണ്ടില്ലെങ്കിൽ അബൂബക്കറിന് ജീവിക്കാൻ കഴിയുമോ? ഈ അബൂബക്കറിന് ജീവിക്കാൻ കഴിയില്ലല്ലോ. അത് ഓർത്തുകൊണ്ട് ഞാൻ വല്ലാതെ കരഞ്ഞിട്ടുണ്ട്. യാ ഹബീബ്, എന്റെ ചെറുപ്പക്കാരെ, ഈ മഹബ്ബത്ത് സിദ്ദീഖ് തങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ളറയിൽ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ലോകത്ത് അമ്പിയാക്കളെ കഴിഞ്ഞാൽ ലോകത്ത് അന്ത്യനാൾ വരെയുള്ള മനുഷ്യരിൽ ഏറ്റവും വലിയ മഹത്വമുള്ള വ്യക്തി അത് അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളാണ്.
ذكر في قلبه من محبة رسول الله. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് ഹൃദയമാകെ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും ഒരു പദവി ഒന്ന് മേലെയായി സിദ്ദീഖ് തങ്ങൾ ഇരിക്കുന്നു. ദുനിയാവിൽ അങ്ങനെ തന്നെയാണ്. യജമാനനായ റബ്ബിന്റെ കോടതിയിൽ നാളെ സ്വർഗത്തിൽ മുഅ്മിനീങ്ങളൊക്കെ പാറിക്കളിക്കാൻ പോകുന്ന, സന്തോഷത്തോടെ പുഞ്ചിരിച്ച് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം വരുമ്പോ യാ ഹബ്ബദൽ ജന്നതു വഖതീറാബുഹാ ത്വയ്യിബത്തുൽ ബാഇദത്തുൽ ശറാബുഹാ. സ്വർഗീയ ലോകത്ത് നല്ല വെള്ളം കുടിക്കുന്ന തണുത്ത വെള്ളം സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നല്ല പഴങ്ങൾ കടിക്കുകയാണ്. സ്വർഗത്തിലേക്ക് പോകുമ്പോ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കഥ ലിപ്പടം തിന്നാനും. പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസ്താമന്നാനേ, അത് നിന്റെ വക്കൽ മാത്രമാ ഹന്നാനേ. തടവ് ഉസ്താദിനെ പോലെയുള്ള ആളുകൾ, സാധാരണക്കാരായ എന്റെ അനുജന്മാരെ, നമ്മുടെ ഹൃദയത്തിൽ സ്വർഗീയ ലോകത്തോടുള്ള മഹബ്ബത്ത് അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പടമില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ, അത് നിന്റെ വക്കൽ മാത്രമാ ഹന്നാനേ. എത്ര പണമുണ്ട് എങ്കിലും ആ സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല. ഒരു 10 കാശിന്റെ ഗതിയില്ല, ഒരു 10 പൈസ പോക്കറ്റിലില്ല. എന്നാലും റസൂലുള്ളയാകുന്ന നബി തങ്ങളോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ നമ്മുടെ പോക്കറ്റിലുണ്ടോ? സ്വർഗത്തിൽ പാറിക്കളിക്കാം. അൽഹംദുലില്ലാഹ്. സ്വർഗീയ ലോകത്ത് പാറിക്കളിക്കാൻ പറ്റുന്ന ഒരു വല്ലാത്ത നിധി അത് സിദ്ദീഖ് തങ്ങൾ ഹൃദയത്തിൽ എടുത്തു വെച്ചു, ഉള്ളിന്റെ ഉള്ളിൽ എടുത്തു വെച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞിട്ട് നാമൊക്കെ ബദരീങ്ങളുടെ പേര് വായിച്ച് ബറക്കത്തെടുക്കുന്നവരാണ്. അവിടുന്ന് ബിസയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വബിസയ്യിദിന അബീ ബക്കർ റളിയല്ലാഹു അൻഹു. പിന്നെ പറയുന്നത് സിദ്ദീഖ് തങ്ങളുടെ പേരാണ്. അത് കഴിഞ്ഞാൽ മൂന്നാമതായി പറയുന്ന പേര് വബിസയ്യിദിന ഉമറ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബിന്റെ തലയെടുക്കാൻ വേണ്ടി മൂർച്ചയുള്ള വാള് പിടിച്ചുകൊണ്ട് തുള്ളിച്ചാടിയ വ്യക്തിയാണ് ഉമർ. എനിക്ക് മുഹമ്മദിന്റെ തലയെടുത്തുകൊണ്ട് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ച സാക്ഷാൽ ഖുറൈശികളിൽ നിന്ന് ഒട്ടകങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞ് കുതിച്ചുപോയ ഉമർ, എന്റെ ചെറുപ്പക്കാരെ, ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ, ഇന്ന് അമീറുൽ മുഅ്മിനീൻ 2ാം ഖലീഫയുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു, അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി വന്ന ഉമറുൽ ഫാറൂഖിന്റെ പേര് ഇന്ന് കേൾക്കുമ്പോ അന്ത്യനാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു. എന്തിനാണ് എന്റെ ചെറുപ്പക്കാരെ നമ്മളൊക്കെ വിഷമിക്കുന്നത്? നബി തങ്ങളുടെ തലയെടുക്കാൻ ഊരിപ്പിടിച്ച വാളുമായി തുള്ളിച്ചാടിയ ഉമർ, ആ ഉമറിന്റെ പേര് കേൾക്കുമ്പോ ഇന്ന് തർളിയത്ത് ചൊല്ലുന്നു. 2ാം ഖലീഫയാണ്. സ്വർഗത്തിൽ നേതൃത്വം നൽകുന്ന വ്യക്തികൾ ഒരു വ്യക്തിയല്ലേ? മാത്രമല്ല, ഒന്നും കൂടെ പറയട്ടെ, അബൂജഹലി എന്ന പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹ്, ആ പേര് കേൾക്കുമ്പോ ലോകത്തുള്ള മനുഷ്യർ മുഴുവനും മുഅ്മിനീങ്ങൾ മുഴുവനും ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നുവെങ്കിൽ അതേ അബൂജഹലിന്റെ മകനാണ് ഇക്രിമ
ആ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ സ്വഹാബത്തിനെ കല്ലെടുത്തെറിയാനും മറ്റു പല അക്രമങ്ങൾ അടിച്ചുവിടാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് ഇക്രിമ. ആ ഇക്രിമയുടെ പേര് കേൾക്കുമ്പോ ഇന്ന് മുസ്ലിം സമുദായം റളിയല്ലാഹു അൻഹു, എന്റെ അനുജന്മാരെ, ഏറ്റവും വലിയ ധിക്കാരിയായ നബിത്തങ്ങളുടെ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു പോയ സാക്ഷാൽ അബൂജഹലിന്റെ മകന്റെ പേര് കേൾക്കുമ്പോ ഇന്ന് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ട നമുക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റസൂലുള്ളാഹിനോട് വെറുപ്പ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ അനുജന്മാരെ. സാഹചര്യത്തിനടിമപ്പെട്ട് പലതും സംഭവിച്ചു പോകുന്നു. നമുക്ക് നമ്മുടെ മുത്തുനബിയോട് വെറുപ്പില്ല, അലർജിയില്ല. ഒരു വേള സുബ്ഹ് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാലും നബിത്തങ്ങളോട് വെറുത്തിട്ട് നാം ഖളാ ആക്കുന്നില്ല, നബിത്തങ്ങളോട് വെറുത്തിട്ട് നാം ഒന്നും ചെയ്യുന്നില്ല. ഇക്രിമ ആ മനുഷ്യന്റെ പേര് കേൾക്കുമ്പോ തർഹിയത്ത് ചൊല്ലുന്നു. ഇന്ന് സ്വഹാബി ആണല്ലോ. ഭാര്യയെ വിളിച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, ഭാര്യ പറഞ്ഞു, നമുക്കെന്താ മുഹമ്മദ് നബിയുടെ അരികിലേക്കൊന്ന് പോയി നോക്കിയാല്? ഒരു നല്ല മനുഷ്യനാണത്രേ, ലോകത്തൊരാളെയും ആക്രമിക്കാത്ത ഒരു നല്ല മനുഷ്യൻ. എന്തേ ആ മനുഷ്യന്റെ അരികിലൊന്ന് പോയി നോക്കിക്കൂടെ? ഉടൻ തന്നെ അവിടുന്ന് പറയുന്നത്, ഇക്രിമ എന്ന മനുഷ്യന്റെ മറുപടി ഭാര്യയോട്, യാ സൗജത്തി, പെണ്ണേ. അവരുടെ ഭാഷയിൽ അബൂജഹലിന്റെ മകൻ എന്നാണ് എന്നെ വിളിക്കുന്നത്. എന്നെയൊക്കെ മുഹമ്മദിന്റെ അനുയായികളുടെ കരങ്ങളിലേക്ക് അങ്ങ് കിട്ടിപ്പോയാൽ എന്നെ കഷ്ടമാക്കി കളയുന്നതാണ്. ആ പെൺകുട്ടി പറയുന്നു, ഭർത്താവേ, ഇല്ല ഇല്ല, പോയി നോക്കാം മുഹമ്മദ് നബിയുടെ അരികിൽ, നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ വരാം പെണ്ണേ. അഥവാ എന്റെ തലയെടുക്കാൻ വേണ്ടി ഇറങ്ങിയാൽ നിന്റെ തല ഞാൻ അങ്ങെടുത്തു കളയുന്നതാണ്. ഭാര്യയുടെ കൈപിടിച്ച് നടക്കുന്ന ഇക്രിമ, എന്റെ ചെറുപ്പക്കാരോട് ഇടയ്ക്ക് വെച്ച് ഞാൻ പറയുന്നു, ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് ഇക്രിമ എന്ന മനുഷ്യനങ്ങ് പോവുകയാണ്. പുലിക്കുട്ടിയായ ധീരനായ അലിയെ കാണുമ്പോ വിറച്ചുകൊണ്ട് ഭാര്യയോട് ചോദിക്കുന്നു, പെണ്ണേ, ആ ഇരിക്കുന്ന മുഹമ്മദ് നബിയുടെ ചാരത്ത് അലിയാണ്. അലിയൻ എന്റെ കയ്യിൽ, അലിയുടെ കയ്യിൽ എന്നെ കിട്ടിപ്പോയാൽ കഷ്ടമാക്കി കളയും. ഞാൻ ഇല്ല, പോയി ചോദിച്ചു നോക്കോ മുഹമ്മദ് നബിയോട്. അബൂജഹലിന്റെ മകനായ ഇക്രിമ വന്നാൽ നബിയെ എന്ത് ചെയ്യും താങ്കളും അനുയായികളും? ഒന്ന് ചോദിച്ചു നോക്കുവണ്ണേ. ആ പെൺകുട്ടിയതാ പോകുന്നു കാരുണ്യത്തിന്റെ കവചത്തിന്റെ അരികിലേക്ക്, ലോകത്തിന്റെ നേതാവിന്റെ ചാരത്തേക്ക്. ആ പെൺകുട്ടിയെന്ന് പോയിക്കൊണ്ട് അവിടുന്ന് പറയുന്നത്, യാ റസൂലല്ലാഹ്, ഹംസത്തുൽ കറാറിന്റെ കരള് പോലും കടിച്ചു തുപ്പിയ ആളുകൾക്ക് മാപ്പ് കൊടുത്ത നബിയേ, അബൂജഹലിന്റെ മകൾ ഇക്രിമ വന്നാൽ അങ്ങ് എന്തു ചെയ്യും നബിയേ? എന്റെ അനുജന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, മോളെ, ഇക്രിമ എന്ന കുട്ടി വന്നാൽ എന്റെ മക്കളോട്, ഇബ്രാഹിം എന്ന കുട്ടിയോട് ഞാൻ കാണിച്ചിരുന്ന സ്നേഹം ഇക്രിമയോട് ഞാൻ കാണിക്കും. ആ മുഖത്തുള്ള തുണിയങ്ങ് പൊക്കിക്കൊണ്ട്, അന ഇക്രിമ യാ റസൂലല്ലാഹ്, അന ഇക്രിമ യാ റസൂലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് എന്റെ ചെറുപ്പക്കാരെ, ദീനിലേക്ക് കടന്നു വരികയാണ് ഇക്രിമ, അബൂജഹലിന്റെ മകൻ. ആ മകനാണ് ദീനിലേക്ക് കടന്നു വരുന്നത്. നബിത്തങ്ങളോട് ഹുബ്ബ് കൂടിപ്പോകുന്നു. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നബിത്തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി, മൂർച്ചയുള്ള വാള് പിടിച്ച് ഓടിച്ചാടി നടന്നിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 2ാം സ്ഥാനത്താണ്.
അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പദവിയുള്ളവരിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ഉമറുൽ ഫാറൂഖ്. എന്താണ് എന്റെ ചെറുപ്പക്കാരെ കാരണം? പണത്തിന്റെ കൊടുപ്പ് കൊണ്ടല്ല, ഒരു വല്ലാത്ത വീട് കണ്ടിട്ടുമല്ല, തോട്ടങ്ങൾ ഈ തപ്പന തോട്ടങ്ങൾ ഉള്ളതുകൊണ്ടുമല്ല, മഹബ്ബത്തു റസൂലില്ലാഹ്, നബിത്തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട്. ആ മഹബ്ബത്തുള്ളവർക്ക് നബിത്തങ്ങളുടെ മദ്ഹ് പാടി പറയുന്ന സദസ്സ് കാണുമ്പോ ഒരു സന്തോഷമാണ്, ഇഷ്കുള്ളതാണ്, വല്ലാത്ത ആനന്ദമുള്ളതാണ്, ഹൃദയത്തിൽ വല്ലാത്ത മഹബ്ബത്ത് വർദ്ധിക്കുന്നതാണ്. അല്ലാത്തവർക്ക് ബുറുദയുടെ സദസ്സ് കാണുമ്പോ അലർജിയാണ്, വെറുപ്പമാണ്. ഇരിക്കട്ടെ, നമുക്ക് അങ്ങോട്ട് കിടക്കേണ്ടതില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആദ്യമായി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ലോകത്ത് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആദ്യമായി തക്ബീർ ഏറ്റുവാങ്ങിയ ഒരു സ്വഹാബിയുണ്ടോ? അത് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആദ്യമായി തക്ബീർ ഏറ്റുവാങ്ങിയത് അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. മാത്രമല്ല, ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടുത്തെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള മഹബ്ബത്ത് അത് എത്രയാണ് നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. ആ ഉമറാണ് മദീനത്തെ ചെരുവിലൂടെ നടക്കുമ്പോ, മദീനയിലെ റോഡരികിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ഭാഗത്തതാ ചുരുണ്ടിരുന്നുകൊണ്ട് കണ്ണീരൊടുക്കുന്ന ഒന്നാം ഖലീഫ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഞാൻ എന്റെ പിതാക്കളോട്, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രായമുള്ളവരോട് നബിത്തങ്ങളുടെ പേര് നമുക്ക് ആവർത്തിക്കുമ്പോ ഈ സദസ്സിൽ നിന്ന് നാം എഴുന്നേറ്റ് പോകുന്നതിനു മുമ്പ് ചുരുങ്ങിയതൊരു 25,000 സ്വലാത്ത് മമ്പുറത്തെ തങ്ങളുടെ ചാരത്തിരിക്കുന്ന എന്റെ പൊന്നു ഉപ്പമാരെ, മമ്പുറത്തെ തങ്ങളുടെ ഉപ്പാപ്പയുടെ അരികിൽ ഇരിക്കുന്ന എന്റെ ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, ഈ മജ്ലിസിൽ 25,000 സ്വലാത്ത് ഇന്ന് നമുക്ക് ഉപ്പാപ്പയുടെ ഹദറത്തിലേക്ക് എത്തിച്ചുകൂടെ? ഞാൻ എന്റെ പ്രസംഗത്തിൽ നബിത്തങ്ങളുടെ പേര് ആവർത്തിക്കുന്നു. ഞാനടക്കമുള്ള നമുക്ക് സ്വലാത്ത് ചൊല്ലി ഈ കൂടിയ നമുക്കെല്ലാവർക്കും 50 പ്രാവശ്യമെങ്കിലും റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വലാത്ത്, അവിടുത്തെ ഹദറത്തിലേക്ക് ആ സ്വലാത്ത് ഒരു 25,000 സ്വലാത്ത് പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഹമ്മദ്